ഹായ് ഓൾ, നിങ്ങളൊരു കോളേജ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ ഡിഗ്രി പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണോ? എങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിങ് കരിയറിലേക്ക് എങ്ങനെ വരാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാങ്കിങ് കരിയറിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്താണ്, അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, എപ്പോഴൊക്കെയാണ് ഈ എക്സാംസ് വിളിക്കുന്നത്, നിങ്ങളുടെ കോളേജിനോടൊപ്പം തന്നെ കോളേജ് പഠനത്തോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് ഈ ബാങ്ക് എക്സാമിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെയുള്ള കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം, ആരാണ് ഈ ബാങ്ക് എക്സാംസ് വിളിക്കുന്നത്, എപ്പോഴൊക്കെയാണ് ഇത് വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇവിടെ IBPS എന്ന് പറഞ്ഞിട്ടുള്ള അതോറിറ്റിയാണ് നമുക്ക് ബാങ്ക് എക്സാംസ് വിളിക്കുന്നത്. അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എല്ലാ വർഷവും നടത്തുന്നത് IBPS ത്രൂ ആണ്. IBPS എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്നുള്ളതാണ് ഫുൾ ഫോം വരുന്നത്. ഇത് നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നമുക്ക് IBPSൻ്റെ അണ്ടറിൽ നടക്കുന്നത്. അതായത് നമ്മുടെ കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇങ്ങനെയുള്ള 11ഓളം ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് IBPSൻ്റെ അണ്ടറിൽ വരുന്നത്. ഇതിൽ പെടാത്ത ബാങ്ക് എന്ന് പറയുന്നത് SBI, ഫെഡറൽ ബാങ്ക്, അങ്ങനെ പ്രൈവറ്റ് ബാങ്കുകളൊന്നും ഇതിൻ്റെ അണ്ടറിൽ വിളിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ IBPSൻ്റെ അണ്ടറിൽ വിളിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റാണ്. അതായത് ഓഫീസർ റോളിലേക്കുള്ള പോസ്റ്റാണ് പ്രൊബേഷണറി ഓഫീസറിൻ്റെ അണ്ടറിൽ വിളിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് വിളിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ക്ലർക്ക് പോസ്റ്റാണ്. ക്ലർക്കൽ ലെവലായിട്ടുള്ള പോസ്റ്റുകളായിരിക്കും വിളിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ പിന്നെ വിളിക്കുന്നതാണ് RRB, റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്. അതായത് നമ്മുടെ ഇവിടുത്തെ കേരള ഗ്രാമീൺ ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് RRB ത്രൂ വിളിക്കുന്നത്. 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക്, CSEB, SSC, RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. ഇതിൽ തന്നെ RRBയിൽ വിളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഓഫീസർ സ്കെയിൽ 1ഉം ഓഫീസ് അസിസ്റ്റൻറ്റുമാണ്. അതായത് ഇവിടെ പറയുമ്പോൾ പ്രൊബേഷണറി ഓഫീസറും ക്ലർക്കും എന്ന് പറഞ്ഞ പോലത്തെ പോസ്റ്റ് തന്നെയാണ് ഇവിടെ ഓഫീസർ സ്കെയിൽ 1ഉം ഓഫീസ് അസിസ്റ്റൻറ്റും വരുന്നത്. ഓഫീസർ സ്കെയിൽ 2ഉം 3ഉം വരുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് 2ഉം 3ഉം വരുന്നത്. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു പോസ്റ്റാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റ്. ഈ ഒരു പോസ്റ്റ് MBA കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ BTech 4 ഇയർ ഡിഗ്രി ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള എക്സാമാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റ്. MBA എന്ന് പറയുമ്പം HR-ഉം മാർക്കറ്റിംഗ് ഉള്ളവർക്കായിരിക്കും ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ BTech, ഇലക്ട്രോണിക്സ് ഉള്ളവർക്ക്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ അഗ്രികൾച്ചർ റിലേറ്റഡ് കോഴ്സ് 4 ഇയർ കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് നമുക്ക് ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മെയിനായിട്ട് വരുന്നത് വെറ്ററിനറി സയൻസ്, ഫുഡ് സയൻസ്, BTech ബയോടെക്നോളജി കഴിഞ്ഞവർക്ക്, അങ്ങനെയുള്ള ചില പോസ്റ്റുകൾക്കാണ്, അഗ്രികൾച്ചർ റിലേറ്റഡ് പോസ്റ്റുകൾക്കാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഇനി ഇതിനുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ഡിഗ്രി, ഇപ്പോൾ പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ ക്ലർക്ക് പോസ്റ്റുകളിലേക്ക്, അല്ലെങ്കിൽ RRB ഓഫീസർ സ്കെയിൽ 1 ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. അത് നിങ്ങൾക്ക് BAയോ BComോ BSCയോ BTechോ അങ്ങനെ ഏത് കോഴ്സ് ആണെങ്കിൽ തന്നെയും നിങ്ങൾക്കിതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. BA ലിറ്ററേച്ചർ കഴിഞ്ഞവർക്കോ ഇംഗ്ലീഷ് പഠിച്ചവർക്കാണെങ്കിൽ പോലും, മലയാളം കഴിഞ്ഞവർക്കാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ബാങ്ക് എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വരുന്ന മറ്റൊരു ഹൈലൈറ്റ് ആണ് ഇതിനൊരു മിനിമം പാസ് പെർസെൻറ്റേജ് ഇല്ല എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഡിഗ്രി ക്വാളിഫൈ ആയാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു ബാങ്ക് എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏജ് ടൈം എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ക്ലർക്ക് പോസ്റ്റുകളിലേക്ക് വരുന്നത് 21-നും 28-നും വയസ്സിന് പ്രായം ഉള്ളവർക്കായിരിക്കും ക്ലർക്ക് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ PO പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 21 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ OBC കാറ്റഗറീസിനാണെന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ +3 ഇയേഴ്സ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിന് +5 ഇയേഴ്സും കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും. ഇവിടെയും PO പോസ്റ്റിനാണെങ്കിലും +3 OBC കാറ്റഗറീസിനും +5 ഇയേഴ്സ് SC/ST കാൻഡിഡേറ്റ്സിനും കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും. ഇനി വരുന്നത് എപ്പോഴൊക്കെയാണ് ഈ എക്സാംസ് യൂഷ്വലി കണ്ടക്ട് ചെയ്യാറ്, IBPS എപ്പോഴൊക്കെയാണ് ഈ എക്സാംസ് വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. യൂഷ്വലി നമുക്ക് വിളിക്കുന്ന സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള സമയത്തായിരിക്കും മോസ്റ്റ്ലി ഈ എക്സാംസ് എല്ലാം തന്നെ നടക്കുന്നത്. ബാങ്കിൻ്റെ എക്സാംസ് നടക്കുന്നത് ഓഗസ്റ്റ് മുതലായിരിക്കും.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊബേഷണറി ഓഫീസർ വിളിക്കും, ക്ലർക്ക് വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഈ വർഷത്തെ കലണ്ടർ, അതായത് 2025 നടന്നിട്ടുള്ള കലണ്ടർ പ്രകാരം ഏതൊക്കെ ഡേറ്റിലാണ് എക്സാംസ് നടന്നിട്ടുള്ളതെന്ന് നോക്കാം. പ്രൊബേഷണറി ഓഫീസർ നമുക്ക് വിളിച്ചിരുന്നത് ഓഗസ്റ്റിലാണ്, അതായത് 17, 23, 24 ഓഗസ്റ്റിലാണ് നമുക്ക് എക്സാംസ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമുക്ക് എക്സാം നടക്കുന്നുണ്ടാവുക. അതായത് ഈ 3 ദിവസങ്ങളിലായിട്ട് 4 ഷിഫ്റ്റോളം എക്സാംസ് ആയിരിക്കും നടക്കുന്നുണ്ടാവും. 3 ഡേയ്സ് എക്സാം ഉണ്ടായിരിക്കും, 4 ഷിഫ്റ്റ് ഉണ്ടായിരിക്കും ഒരു ദിവസം നടക്കുന്നുണ്ടാവും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഷിഫ്റ്റിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കാം. അപ്പോൾ പ്രിലിമിനറി എക്സാം നടന്നിട്ടുള്ളത് ഈ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ തൊട്ട് പുറകെ ഓഗസ്റ്റിലാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എക്സാം നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, MBA കഴിഞ്ഞ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ എക്സാംസ് എല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് പ്രൊബേഷണറി ഓഫീസർ, ക്ലർക്ക്, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ തൊട്ട് പുറകെയാണ് എക്സാംസ് വരുന്നത്. പ്രിലിമിനറി എക്സാം 17, 23, 24 ഓഗസ്റ്റിൽ ഏതെങ്കിലും ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ തൊട്ട് പുറകെ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ പ്രിലിംസ് എക്സാം വരികയാണ്. പിന്നെ വരുന്നത് ക്ലർക്ക് പോസ്റ്റാണ്. 4th, 5th, 11th ഒക്ടോബറിലാണ് പിന്നെ അടുത്ത എക്സാം നടന്നിട്ടുള്ളത്. ഇതിൻ്റെ അടുത്ത ദിവസം തന്നെ 11th പ്രിലിംസ് ക്ലർക്ക് എന്നുള്ള പോസ്റ്റാണ്. കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നുള്ള പോസ്റ്റ് വരുന്നത്. ഈ ഒരു പോസ്റ്റ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെയാണ് എന്ത് വരുന്നത്, പ്രൊബേഷണറി ഓഫീസറിൻ്റെ മെയിൻസ് എക്സാം വരുന്നത്. അപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിലാണ് നമുക്ക് എക്സാം വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒന്ന് നോക്കി, ഇവിടെ ക്ലർക്കിൻ്റെ മെയിൻസ് എന്ന് പറയുന്നത് 29th നവംബറിലാണ് എക്സാം നടക്കുന്നത്. തൊട്ട് പുറകെ തന്നെ നമുക്ക് അതിന് മുന്നായിട്ട് തന്നെ എന്ത് വരുന്നുണ്ട്, RRBയുടെ പ്രിലിംസ് വരുന്നുണ്ട്. 22nd, 23rd നവംബറിലായിട്ടാണ് പ്രിലിംസ് അവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് ഡിസംബറിലേക്കാണ് വരുന്നത്. മെയിൻസ് എക്സാം വരുന്നത് 1st ഫെബ്രുവരിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമുക്ക് മറ്റ് എക്സാംസുകൾ വിളിക്കും. അതായത് ഇൻഷുറൻസ് എക്സാംസ്, SBA വിളിക്കും. പിന്നെ അല്ലാതെ വിളിക്കുന്ന അപ്രൻറ്റീസ് ജോബ് പോസ്റ്റുകളിലേക്ക് വിളിക്കും. പിന്നെ റെഗുലേറ്ററി ബോർഡുകൾ വിളിക്കും. RBI റെഗുലേറ്ററി ബോഡീസായ RBI, നബാർഡ്, സെബി ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കും ഇതിൻ്റെ ഇടയ്ക്കെല്ലാം തന്നെ റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എക്സാംസ് തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഓഗസ്റ്റ് ആകുമ്പോൾ എക്സാംസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫെബ്രുവരി വരെ ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ളൊരു എക്സാം ഷെഡ്യൂളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത വർഷത്തെ, അതായത് 2026 കലണ്ടർ എപ്പോഴായിരിക്കും നമുക്ക് റിലീസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. IBPS ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ IBPS എല്ലാ വർഷവും ജനുവരി 1st വീക്കിലായിരിക്കും. 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക്, CSEB, SSC, RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. ഇതുപോലൊരു നേരത്തെ കാണിച്ച പോലത്തെ ഇതുപോലൊരു കലണ്ടർ റിലീസ് ചെയ്യുന്നത് അതെല്ലാ കൊല്ലവും ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ നമുക്ക് IBPSൻ്റെ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. www.ibps.in എന്ന് പറഞ്ഞ സൈറ്റിൽ നമുക്ക് ഈ കലണ്ടർ വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കലണ്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഡേറ്റ്സ് എന്തൊക്കെയാണ്, ഇതുപോലൊരു കലണ്ടർ ആയിരിക്കും. എക്സാം ഡേറ്റ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ മെൻഷൻഡ് ആയിരിക്കും. ആ ഒരു കലണ്ടർ ഒരു കാരണവശാലും അധികം മാറ്റാറൊന്നുമില്ല, ചേഞ്ചസ് ഒന്നും തന്നെ സംഭവിക്കാറില്ല. ഈ ജനുവരിയോടുകൂടി നമുക്ക് എക്സാം ഡേറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയും. പിന്നെ വരാൻ ഉള്ളത് ഇൻഡിവിജ്വൽ നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതെന്ന് പറയുന്നത് ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം മുന്നേ ആയിരിക്കും നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ടായിരിക്കാം. അതായത് PN നോട്ടിഫിക്കേഷൻ വരും, ക്ലർക്കിൻ്റെ സെപ്പറേറ്റ് ആയിരിക്കും വരിക, സ്പെഷ്യലിസ്റ്റ് ഓഫീസിൻ്റെ അതിക്ക് മുന്നേ സെപ്പറേറ്റ് വരും, RRBയുടെ ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരും, ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരും. ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് വരുന്നത് ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം മുന്നേ ആയിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻസ് റിലീസ് ആവുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എത്ര വേക്കൻസി ഉണ്ട്, ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക ആ ഒരു നോട്ടിഫിക്കേഷനിലായിരിക്കും. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ ഇങ്ങനെ 3 ഘട്ടമായിട്ടായിരിക്കും നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്.
പ്രിലിംസും മെയിൻസും ആയിരിക്കും ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ഉണ്ടാവുക. ഇൻ്റർവ്യൂ നമുക്ക് ക്ലറിക്കൽ പോസ്റ്റുകളിൽ ഉണ്ടാവാറില്ല. ഓഫീസർ പോസ്റ്റുകളിൽ മാത്രമായിരിക്കും ക്ലറിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴാണ് നമുക്ക് ഈ ഒരു എക്സാമിലേക്ക് കടക്കുക അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് ബെസ്റ്റ് ടൈം എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഓഗസ്റ്റ് തുടങ്ങി ഡിസംബർ വരെയാണ് നമുക്ക് എക്സാമിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത്. ആ ഒരു എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാൻ മാത്രമേ നേരമുള്ളൂ. ഒരു മാലപ്പടക്കത്തിന് തീ കൊടുത്ത പോലെയാണ്, പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് എക്സാമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സമയത്ത് പഠിച്ചു തുടങ്ങുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പഠിച്ചു തുടങ്ങുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് കഴിഞ്ഞ് ഒന്ന് പുറകെ എക്സാംസാണ്. അപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ ഒരു ഒക്ടോബർ തുടങ്ങി, ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് ആണ്, ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടൈമിൽ ഈ ഒരു ഒക്ടോബർ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് അടുത്ത ഓഗസ്റ്റ് വരെ നമുക്ക് സമയം കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു 8 to 10 മന്ത് നമുക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടൈമായിരിക്കും. 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക്, CSEB, SSC, RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് പഠിക്കേണ്ടത് എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞു, പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ എന്നീ റൗണ്ടുകളാണ് നമുക്കുള്ളത്. ഈ പ്രിലിംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റാണ് വരുന്നത്? നമുക്ക് ആകെ 3 സബ്ജക്റ്റേ പ്രിലിംസിന് വരുന്നുള്ളൂ. QA, റീസണിങ്, ഇംഗ്ലീഷ്. ഈ 3 സബ്ജക്റ്റാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് വരുന്നത് സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, DI, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുന്ന വാക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, നമ്പർ സീരീസ്, പിന്നെ ഈ പറഞ്ഞ അരിത്തമെറ്റിക് വേർഡ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് കേട്ടിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ സബ്ജക്റ്റൊക്കെ തന്നെയാണ്. പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ BA ഇംഗ്ലീഷ് പഠിച്ചവർക്കോ അല്ലെങ്കിൽ BCom കഴിഞ്ഞവർക്കോ ഒന്നും മാത്സ് അറിയില്ല എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നില്ല. നമ്മളിതെല്ലാം സ്കൂൾ ലെവലിലെ ബേസ് ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്ക്രാച്ചിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് വേണ്ടി ഇപ്പോൾ മലയാളം പഠിച്ചവരാണെങ്കിൽ പോലും, BA മലയാളം പഠിച്ചവരാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റും. ഒരു പ്രശ്നവുമില്ല. നമ്മളിത് ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബോർഡ് മാസ് റൂള്. നമ്മൾ ഈ റൂള് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ സിംപ്ലിഫിക്കേഷൻ സോൾവ് ചെയ്യുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? -b ± സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac/2a എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതിനുള്ള ഷോർട്ട് കട്ട്സ് കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ സോൾവ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ വേർഡ് പ്രോബ്ലംസ് നമ്മൾ ചെറുതായിരുന്നു ചെയ്തിരുന്നത് എങ്ങനെയാണ്? ആ ക്വസ്റ്റ്യൻ എടുത്തെഴുതി, ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതി, ഓരോന്നും ഈക്വൽ ടു ഇട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ലെവലിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വളരെ നേരെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു എക്സാമിന് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തരുന്നുണ്ടായിരിക്കാം. പിന്നെ വരുന്നത് റീസണിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ഇതിൽ പറയുമ്പോൾ നിങ്ങളുടെ കോമൺ സെൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഡയറക്ഷൻ സെൻസ്. ഈ ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, രാജുവിൻ്റെ വീട്ടിൽ നിന്ന് നോർത്ത് സൈഡിലേക്ക് സഞ്ചരിക്കുകയാണ്. 10 മീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു, ഒരു 5 മീറ്റർ നടന്നു, പിന്നെ ഇടത്തേക്ക് തിരിഞ്ഞു, ഒരു 10 മീറ്റർ പിന്നെയും നടന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ രാജുവിൻ്റെ വീടും ഓഫീസും തമ്മിൽ എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഡയറക്ഷൻ സെൻസിൽ വരുന്നത്. അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഒരു സർക്കിളിന് ചുറ്റും 8 പേര് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് അവിടെ വരുന്നത്. ഒരു സർക്കിളിന് ചുറ്റും 8 പേര് ഇരിക്കുകയാണ്. A എന്ന് പറയുന്നത് Bയുടെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. ബിൻ്റെയും സിൻ്റെ ഇടയിൽ 2 പേരുണ്ട്. ഇങ്ങനെ ഒരു പസൽ പോലെ തന്നിട്ട് അത് സോൾവ് ചെയ്യുന്നതാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ വരുന്നത്. പിന്നെ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇതിലെന്താ വരുന്നത്? ബന്ധങ്ങൾ പറയുന്നത് രാജുവിൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും
ഇവിടെ വരുന്നത്, ബ്ലഡ് റിലേഷനിൽ വരുന്നത്. ഇങ്ങനെയുള്ള കോമൺ സെൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അത്. അങ്ങനെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സെക്ഷനാണ്, പൊതുവേ എല്ലാവർക്കും ഈസി ആയിട്ടുള്ളൊരു സെക്ഷനാണ് റീസണിങ് എബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്ന റീഡിങ് കോംപ്രിഹെൻഷനാണ്. അതായത് ഒരു പാസേജ് തന്നിട്ട് അതിന് ബേസ് ചെയ്തൊരു 8 or 10 ക്വസ്റ്റ്യൻസ് തരും. അതിൽ നിന്ന് ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് റീഡിങ് കോംപ്രിഹെൻഷൻ വരുന്നത്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിനകത്ത് ചില വാക്കുകൾ മിസ്സിങ് ആയിരിക്കും, ആ ഒരു ബ്ലാങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളത് നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടുള്ളതാണ്. ഇംഗ്ലീഷിൽ എക്സാംസിന് നമ്മൾ ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ്. പിന്നെ വരുന്നത് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്. ഒരു സെൻറ്റൻസ് തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിന് കറക്റ്റ് ഓർഡറിലാക്കുക. ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്, ഇംഗ്ലീഷിൽ വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് ആണ്, BA ലിറ്ററേച്ചറൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ഈ ഒരു സെക്ഷനും റീസണിങ്ങും ഭയങ്കര ഈസി ആയിരിക്കും. അവർക്ക് എന്തുമാത്രം നോക്കിയാൽ മതി, മാത്സിലോട്ട് കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റില്ല എന്നൊരു തോട്ടുണ്ടെങ്കിൽ അത് വേണ്ട. നമുക്ക് ഈസി ആയിട്ട് 2 സെക്ഷൻസ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ ചെയ്യാവുന്നത് മാത്സിലേക്ക് കുറച്ചും കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഇതിന് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് ഹിന്ദു പേപ്പർ വായിക്കുക എന്നുള്ളതാണ്. ഹിന്ദു പേപ്പർ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ, ഈ 2 ന്യൂസ് പേപ്പേഴ്സിലെ എഡിറ്റോറിയൽ പേജ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് തന്നെയാണ്, എഡിറ്റോറിയൽ പേജ് വായിക്കുക. അതുപോലെ തന്നെ എഡിറ്റോറിയലിൽ നമ്മൾ പുതിയ വാക്കുകൾ കാണാറുണ്ട്, വായിച്ച് നോക്കുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും. കുറേ നമുക്ക് അറിയാത്ത കുറേ വാക്കുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം ഒരു 10-15 എണ്ണം വെച്ചിട്ട് ഡെയിലി ബേസിസിൽ പഠിച്ചു പോവുക. അത് എങ്ങനെ മെമ്മറൈസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ അത് നമ്മൾ വേർഡ്സ് ഉപയോഗിച്ച് നോക്കുക. ഒരു സെൻറ്റൻസിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ആ വേർഡുകൾ ഉപയോഗിച്ച് നോക്കുക. ഇങ്ങനെയുള്ള രീതിയിൽ പഠിച്ചു പോവുക. അതിൻ്റെ ആനണിംസ്, സിനണിംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതെല്ലാം ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുക. പിന്നെ അടുത്ത് വരുന്നത് ജനറൽ ബാങ്കിങ് ആണ്, അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അതായത് നമുക്ക് മെയിൻസ് ലെവലിലേക്ക് വരുമ്പോഴാണ്, മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോഴാണ് ബാങ്കിങ് ഈ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ആവശ്യം വരുന്നത്. അതും ലാസ്റ്റ് 6 to 8 month കറണ്ട് അഫയേഴ്സ് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. മറ്റേ PSCയിലോ SSCയിലോ ഒക്കെ ഉള്ള പോലെ ഒരുപാട് GK ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. ലാസ്റ്റ് 6 month ന്യൂസ് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. അത് മാക്സിമം ഒരു 8 months, അതിനപ്പുറത്തേക്കുള്ള ന്യൂസുകളൊന്നും ചോദിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ബാങ്കിങ് ടേംസ്. ഇവിടെയാണ് കുറച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നത്, നമ്മൾ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ. അതായത് ഒരു ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് അറിയാത്ത കുറച്ച് ടേമുകളൊക്കെ ആയിരിക്കും ബാങ്കിങ് ടേംസുകൾ. BComകാർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇവിടെ നമുക്കറിയാത്ത കാര്യങ്ങൾ. അതായത് അപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ക്യാഷ് റിസർവ് റേഷ്യോ, ഇങ്ങനെയുള്ള നമ്മൾ ന്യൂസുകൾ കാണുമ്പോൾ കേൾക്കുന്ന കുറേ വാക്കുകളൊക്കെ തന്നെയാണ് നമുക്കിവിടെയും പഠിക്കാൻ വരുന്നത്. പിന്നെ RBI പോളിസീസ്, ഗവൺമെൻറ് സ്കീമുകൾ, പ്രധാനമന്ത്രി യോജന എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് സ്ട്രാറ്റജിക്ക് വരുന്നുണ്ട്, അതും ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്, അവിടെ നിന്ന് മാത്രമായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് RBI പോളിസീസ് എന്ന് പറയുന്നത്. RBI ഇറക്കുന്ന പുതിയ സർക്കുലർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു ക്ലാസ്സുകൾ, ബാങ്ക് എക്സാമിൻ്റെ ക്ലാസ്സുകളും നിങ്ങളുടെ കോളേജിൻ്റെ ക്ലാസ്സുകളും കൂടി ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു, വളരെ പ്രിലിംസിന് വളരെ കുറച്ച് പോർഷൻസാണ് വരുന്നത്. റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, ഈ ഒരു 3 ടോപ്പിക്കാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു ടോപ്പിക്കുകൾ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതായത് ടോപ്പിക്കുകൾ മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒക്ടോബർ ടു ഫെബ്രുവരി മാസങ്ങളിൽ ചെയ്യുക. ഒരു 1 to 2 hours വേണ്ടി ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട്, കോളേജിൽ ക്ലാസ്സുകളുണ്ട്, എക്സാംസ് ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് 1 to 2 hours മാത്രം ഇതിലേക്ക് സ്പെൻഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക്സ് ബിൽഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ടോപ്പിക്കുകൾ മനസ്സിലാക്കുക, എന്തൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് മാത്രമായിരിക്കണം ഇവിടെ ഒരു മനസ്സിലാക്കേണ്ടത്. ഇവിടെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട, ആകെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക.
പിന്നെ വരുന്ന അടുത്ത മാർച്ച് ടു ജൂൺ എന്ന് പറയുന്ന മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് സ്റ്റഡി ടൈം ഒന്ന് കൂട്ടുക. 3 to 4 hours നമുക്ക് ഇതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ എന്ത് ചെയ്യുക, കറണ്ട് അഫെയർസും കൂടി വായിച്ചു തുടങ്ങുക. പെട്ടെന്ന് ഒരു ദിവസം ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, പതുക്കനെ വായിച്ചു തുടങ്ങാം. ന്യൂസൊന്നും ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഉറക്കമൊക്കെ വരും, സ്വാഭാവികം. പക്ഷേ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പേഴ്സ് വായിച്ചു തുടങ്ങാം. അതും ഹിന്ദു എഡിറ്റോറിയൽ പേജ് തന്നെ വായിക്കുക, ഹിന്ദു ന്യൂസ് പേപ്പേഴ്സ് തന്നെ വായിക്കുക. അപ്പോൾ ഇത് ന്യൂസ് പേപ്പർ വരുത്തണമെന്നില്ല. ഇഷ്ടംപോലെ ടെലഗ്രാം പേജിലൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റോറിയൽ പേജ്, ഹിന്ദു എഡിറ്റോറിയലൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ എൻട്രിയുടെ ചാനലിലും, എൻട്രി ബാങ്കിങ് ചാനലിൽ എഡിറ്റോറിയൽ ലൈവ് അനാലിസിസ് പോകുന്നുണ്ട്. അത് കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള സെക്ഷണൽ ടെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്സ് കൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് പ്രിലിംസ് എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് 1 hourലാണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. അതായത് 60 minutes ആണ് നമുക്ക് സമയം. 100 ക്വസ്റ്റ്യൻസ് 60 minutesലാണ് സമയം വരുന്നത്. ഒരു ക്ലർക്ക് എക്സാംസിലൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് വരുന്നത് 70+ ആണ് നമുക്ക് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഒന്ന് നോക്കിയേ, കട്ട് ഓഫ് വരുന്നത് 70+ ആണ്. 100 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ 60 മിനിറ്റേ ഉള്ളൂ. അതായത് 1 മിനിറ്റ് പോലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ ഈ ഒരു 10 seconds അല്ലെങ്കിൽ 15 secondsലായിരിക്കണം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ളത്. അത്രയും സ്പീഡിൽ നമ്മൾ എത്തണം. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിങ്ങും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ആക്യുറസിയും നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ടൈമർ ഇട്ടിട്ട് തന്നെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 5 മിനിറ്റ് ടൈമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. മാത്സ് ഒക്കെ ആണെങ്കിൽ, വേർഡ് പ്രോബ്ലംസ് ആണെങ്കിൽ 5 മിനിറ്റ്, അല്ല സിംപ്ലിഫിക്കേഷന് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 2.5 മിനിറ്റ്. 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ 2.5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് തീർക്കാൻ പഠിക്കണം. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. അതുപോലെ തന്നെ ആക്യുറസി അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം അവിടെ ഉണ്ട്. അതിനാണ് നമ്മൾ ഈ സെക്ഷനിലും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ POയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാംസ് വരുന്നത്, കട്ട് ഓഫ് വരുന്നത് 55 to POൻ്റെ വരുന്നത് 55 to 65 റേഞ്ചിലായിരിക്കും നമുക്ക് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് POൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹൈ ലെവൽ എക്സാംസ് ആയിരിക്കും വരുന്നത്. ക്ലർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഈസി ലെവലാണ്. ഈസി ടു മോഡറേറ്റ് ലെവൽ എക്സാംസ് ആണ് ക്ലർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കട്ട് ഓഫ് വരുന്നത്. അത്രയും ആൾക്കാർ എക്സാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 85, 90, 100 ചെയ്ത് വരുന്ന കുട്ടികൾ നമുക്കുണ്ട്. അപ്പോൾ ഒരു PO എന്ന് പറയുന്ന പോസ്റ്റ് ഓൾ ഇന്ത്യ ലെവൽ പോസ്റ്റുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കട്ട് ഓഫ് കുറവായിരിക്കും. ക്ലർക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു നിബന്ധന കൂടി അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലർക്കിൻ്റെ കട്ട് ഓഫ് എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും. POൻ്റെ സ്റ്റേറ്റ് വൈസ് ആയതുകൊണ്ട് കേരള കട്ട് ഓഫ് എപ്പോഴും കുറച്ച് കൂടുതലാണ് വരാറ്. അതുപോലെ തന്നെ PO എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ് വരുന്നത്. ഓൾ ഇന്ത്യയിലെ സ്റ്റുഡൻസിനായിട്ടാണ് നമുക്ക് കോമ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് അവിടെ എപ്പോഴും കുറവായിരിക്കും. പക്ഷേ എക്സാമിൻ്റെ ലെവൽ ഇത്തിരി ടഫായിരിക്കും. ഇനി വരുന്നത് ഫൈനൽ റിവിഷനാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് അനാലിസിസും സ്പീഡും മാത്രമായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. ബേസിക്സ് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ സെക്ഷണൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തു. ഇതിലെല്ലാം കഴിഞ്ഞ് ഇനി ഫുൾ മോക്കുകളിലേക്ക് മാത്രം കിടക്കുക. ഏതാണ് നിങ്ങളുടെ വീക്ക് ഏരിയ, ഏതാണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എന്നുള്ളത് മനസ്സിലാക്കലാണ് ഈ അനാലിസിസിലൂടെ ചെയ്യേണ്ടത്. ഒരു ഫുൾ ലെങ്ത് മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് നോക്കുക. ഓരോ ദിവസം ചെയ്യുമ്പോൾ മാർക്ക് ഇൻക്രീസ് ചെയ്ത് വരണം. നമ്മൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫുകൾ നോക്കിയിട്ട്, അതായത് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു കട്ട് ഓഫ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട്. ആ ഒരു കട്ട് ഓഫ് എയിം ചെയ്ത് തന്നെ നമ്മൾ ചെയ്ത് പഠിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അനാലിസിസിൽ ചെയ്യേണ്ടത്. മോക്ക് ടെസ്റ്റും ചെയ്യുമ്പോൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ, നമുക്കൊരു പാറ്റേൺ ഉണ്ടായിരിക്കണം മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് ജൂലൈ ടു ഒക്ടോബർ. ഈ ഒരു സമയത്ത് പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഓഗസ്റ്റോടുകൂടി നമുക്ക് എക്സാംസ് വരും. അതിന് മുന്നേ നമുക്ക് എന്ത് വരും, SBI വിളിക്കാറുണ്ട്. അപ്പോൾ ജൂണൊക്കെ ആകുമ്പോഴേക്കും SBIൻ്റെ എക്സാംസ് നമുക്ക് ഇതിനിടയ്ക്ക് വരും. അതുപോലെ തന്നെ ജനുവരിയിലേക്ക് ആകുമ്പോൾ നമുക്ക് എന്ത് വരാറുണ്ട്, LIC അസിസ്റ്റൻ്റ് പോലുള്ള എക്സാംസുകൾ
വരാറുണ്ട്. ഓൾറെഡി AO പോസ്റ്റുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള എക്സാംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വരാനുള്ളത് അസിസ്റ്റൻ്റ് എക്സാമുകൾ വരാറുണ്ട്. LIC, NIACL, NICL, ഓറിയൻ്റൽ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനികളിലേക്കുള്ള അസിസ്റ്റൻ്റ് എക്സാമുകളാണ് ഇനി നമുക്ക് നടക്കാനിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് SBI വിളിക്കും. SBI 2 തവണയാണ് ഈ കഴിഞ്ഞ 2025 2 തവണയാണ് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് കിടക്കുന്നത്. ഇപ്പോൾ IBPS കലണ്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IBPS കലണ്ടറിൽ ആകെ 4 എക്സാമിൻ്റെ ഡേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കൂടാതെ വരുന്ന ബോണസ് എക്സാമുകളാണ് ഈ പറഞ്ഞ ഇൻഷുറൻസും SBIയും. അതുപോലെ തന്നെ ഇതെല്ലാം പ്രൈവറ്റ് ബാങ്കുകൾ അല്ലാതെ വിളിക്കാറുണ്ട്. കാനറ ബാങ്കുകൾ സെപ്പറേറ്റ് വിളിക്കാറുണ്ട്. ഈ IBPSൻ്റെ അണ്ടറിലല്ലാതെ കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എല്ലാം സെപ്പറേറ്റും വിളിക്കും. അപ്പോൾ ഒത്തിരി നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് ഓരോ കൊല്ലവും വരുന്നത്. ഒരു 50,000 അല്ലെങ്കിൽ 60,000 പ്ലസ് വേക്കൻസി എങ്കിലും ഓരോ വർഷവും നമുക്ക് ബാങ്കിൻ്റെ എക്സാമിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക്, CSEB, SSC, RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും അറിയണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കുക. 7736122215 എന്ന നമ്പറിൽ വിളിക്കുക. എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ആണെങ്കിലോ, അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനാണെങ്കിലോ, എന്താണെങ്കിലും ഈ ഒരു നമ്പറിൽ വിളിക്കുക. അപ്പം താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ കാണാം.